Okay, welcome all. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫങ്ഷണൽ റിലേഷൻഷിപ്സും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്തായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സോയിലിന്റെ പ്രോപ്പർട്ടീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻഡെക്സ് പ്രോപ്പർട്ടീസും അതുപോലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളില്ലേ, വാട്ടർ കണ്ടന്റ്, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സോയിൽസിനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളൊരു ആവശ്യത്തിനാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാത്രമല്ല ഇത് it indicates the qualitative behavior of soil under the action of loads. ഇനി അടുത്തുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോർ ക്വാളിഫൈയിങ് ദ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് സോയിൽ ടെസ്റ്റ് ചെയ്യണോ അല്ലെ? അപ്പൊ സോയിൽ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യമായി അതിൽ നമ്മൾ ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യണം. അതായത് അതിന്റെ കംപ്രസിബിലിറ്റി എങ്ങനെയാണ്, ഷിയർ സ്ട്രെങ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പെർമിയബിലിറ്റി എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കൂ കേട്ടോ. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഭവങ്ങൾ പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഇതൊന്നും പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ലബോറട്ടറിയിൽ വന്ന് സമയമെടുത്ത് ചെയ്യേണ്ട എക്സ്പെരിമെന്റുകളാണ് അതെല്ലാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് സോയിലിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോയിൽ ഏത് ടൈപ്പാണ്, ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, റിലേറ്റീവ് ഡെൻസിറ്റി. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വാട്ടർ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് അറിയാം, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ കോൺക്രീറ്റ് ലാബിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. പിന്നുള്ളതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി, പെർമിയബിലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്ന 2-3 ക്ലാസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓർത്ത് വെക്കുക, ഈ 3ഉം എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നമ്മളിവിടെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ. വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യണം. ഏത് ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ അതിന്റെ വാട്ടർ കണ്ടന്റ് ആദ്യം മനസ്സിലാക്കണം. അതായത് എത്രത്തോളം നനവ് അവിടെ ഉണ്ട് എന്നല്ലേ വാട്ടർ കണ്ടന്റ് തരുന്നത്. ഇറ്റ് കൺട്രോൾസ് സോയിൽ ബിഹേവിയർ. ഒരു സോയിലിന്റെ കംപ്ലീറ്റ് ബിഹേവിയർ വാട്ടർ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കംപ്ലീറ്റ്ലി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് നമുക്ക് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അത് വാട്ടർ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ പറയാം. അപ്പോ ഒരു സോയിലിന്റെ പ്രോപ്പർട്ടി കുറച്ചുകൂടെ നനവുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലേ എടുത്തു എന്ന് വിചാരിക്കുക. ക്ലേ ഡ്രൈ ആയിട്ടുള്ള ക്ലേ ആണ് എന്ന് വിചാരിക്കുക. അത് മോൾഡിങ്ങിനൊക്കെ ക്ലേ ആണ് യൂസ് ചെയ്യാറ് അല്ലെ. അപ്പൊ ഈ ഡ്രൈ ആയിട്ടുള്ള ക്ലേ ആണോ അതോ ഒന്നുകൂടെ നനഞ്ഞിട്ടുള്ള ക്ലേ ആണോ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം? നനവുള്ള ക്ലേ ആയിരിക്കും. അപ്പോൾ അതിന്റെ ബിഹേവിയർ തന്നെ മാറി അല്ലെ. നമ്മുടെ സോയിലിന്റെ ബിഹേവിയർ തന്നെ ആ വെറ്റ്നെസ് കാരണം മാറ്റം വന്നു. അപ്പൊ അതുകൊണ്ടാണ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് സോയിൽ മാസ്. ഓക്കെ, ഇനി നമ്മുടെ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ നമുക്ക് എങ്ങനെയെല്ലാം വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഈ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും ലബോറട്ടറിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ആക്യുറേറ്റ് ആണ്, ഈസി ആണ് ആൻഡ് കോമൺലി അഡോപ്റ്റഡ് മെത്തേഡ്. ഇത്രയും സ്പെസിഫിക്കേഷൻ ഉണ്ട് ഓവൻ ഡ്രൈയിങ് മെത്തേഡിന്. അപ്പൊ നമ്മൾ പെട്ടെന്ന് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവൻ ഡ്രൈ ചെയ്താൽ മതി. പേരിൽ തന്നെ അറിയാം, നമുക്കൊരു ഓവൻ ഉണ്ടെങ്കിൽ ആ ഓവനിൽ കൊണ്ടുപോയി വെക്കുക. ഒരു പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് അവിടെ കീപ്പ് ചെയ്യുക. അതിനുശേഷം എടുത്ത് നോക്കുക. അപ്പൊ എത്രത്തോളം നനവ് നഷ്ടപ്പെട്ടു എന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും അല്ലേ. നമുക്ക് അതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ആസ് പെർ യുവർ സിലബസ്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. സെക്കൻഡ് വൺ ആണ് സാൻഡ് ബാഗ് മെത്തേഡ്.
സാൻഡ് ബാഗ് മെത്തേഡ് എന്ന് പറയുന്നത് റാപ്പിഡ് ആണ്, ബട്ട് നോട്ട് ആക്യുറേറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഫീൽഡ് മെത്തേഡ്. പിന്നെ ആൽക്കഹോൾ മെത്തേഡ്, അതുപോലെ തന്നെ റാപ്പിഡ് ആണ്, നോട്ട് ആക്യുറേറ്റ്, കനോട്ട് യൂസ് if soil contains clay, organic matter, gypsum etc. അതിനെല്ലാം ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, പക്ഷെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫോർത്ത് വൺ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്, ടോർഷൻ ബാലൻസ് മെത്തേഡ്, ആൻഡ് സിക്സ്ത് വൺ പൈക്രോമീറ്റർ മെത്തേഡ്. ഇറ്റ് ഈസ് suitable for coarse grain soil ആൻഡ് റേഡിയേഷൻ മെത്തേഡ്. ഇത്രയും മെത്തേഡ്സ് ആണ് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. 7 മെത്തേഡ് ഉണ്ട്. ഈ 7 മെത്തേഡില് ഓവൻ ഡ്രൈൻ മെത്തേഡ് മാത്രമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത്രയും മെത്തേഡ്സ് ഉണ്ട്, ഇതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ട എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സ്മോൾ നോൺ കൊറോഡിബിൾ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്, നമ്മുടെ സോയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് വേണം. പിന്നെ സോയിൽ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ according to IS 2720 mass of sample taken to an accuracy of 0.04%. അപ്പോൾ ആ കോഡ് പ്രകാരം ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കുന്ന സോയിൽ സാമ്പിൾ വേണം. തെർമോസ്റ്റാറ്റിക്കലി കൺട്രോൾഡ് ഓവൻ ആൻഡ് വെയിങ് ബാലൻസ് വിത്ത് ആക്യുറസി ഓഫ് 0.01 gram. അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിങ് ബാലൻസ് വേണം. അപ്പൊ ഇത്രയാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഇനി നമ്മൾ എത്രത്തോളം സാമ്പിൾ എടുക്കണം എന്നത് കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് എത്രത്തോളം സോയിൽ എടുക്കണം എന്നുള്ളത്, അതിന്റെ ഗ്രഡേഷൻ അല്ലെങ്കിൽ മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, അതുപോലെ ഡിഗ്രി ഓഫ് വെറ്റ്നസ് ഓഫ് സാമ്പിൾ, അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗ്രഡേഷൻ, മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾസ്, ഡിഗ്രി ഓഫ് വെറ്റ്നസ് ഓഫ് സാമ്പിൾ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കാര്യം ആലോചിക്കുക, ഡ്രയർ സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സോയിൽ ഡ്രൈ, അപ്പൊ ഫീൽഡിൽ നിന്നാണ് നമ്മൾ മണ്ണെടുത്ത് കൊണ്ടുവരിക അല്ലെ, അപ്പൊ ചിലപ്പോൾ ഡ്രയർ ആയിട്ടുള്ള സാമ്പിൾ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നീഡ് മോർ ക്വാണ്ടിറ്റി ഓഫ് സാമ്പിൾ, ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരും. ഇനി എങ്ങനെയാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ക്ലീൻ ദ കണ്ടെയ്നർ, ഡ്രൈ ഇറ്റ് ആൻഡ് വേ ഇറ്റ് വിത്ത് ദ ലിഡ്. ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നർ നമ്മൾ ക്ലീൻ ചെയ്ത്, വെള്ളം ഉണ്ടാവരുത്, നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ആ കണ്ടെയ്നറിന്റെ വെയിറ്റ് എടുക്കുക. ദാറ്റ് ഈസ് നോട്ടഡ് ആസ് M1 or W1. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. Take the required quantity of wet soil specimen in the container and weight it with the lid. എന്നിട്ട് ആ കണ്ടെയ്നറിലേക്ക് കുറച്ച് സോയിൽ എടുക്കുക. എന്നിട്ട് കണ്ടെയ്നറും സോയിലും കൂടെയുള്ള വെയിറ്റ് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് M2. Place the container in the oven at a temperature of 110 degrees Celsius plus or minus 5 degrees Celsius for 24 hours. എന്നിട്ട് ഈ കണ്ടെയ്നർ നമ്മൾ ഒരു തെർമോസ്റ്റാറ്റിക് കൺട്രോൾ ആയിട്ടുള്ള ഒരു ഓവനിൽ പ്ലേസ് ചെയ്യാണ്. എത്ര മണിക്കൂർ വെക്കണം? 24 hours വെക്കണം. ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക, 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചറിന് പ്രാധാന്യമുണ്ട് കേട്ടോ. റിമൂവ് ദ കണ്ടെയ്നർ ഫ്രം ദ ഓവൻ യൂസിങ് ടങ്സ്റ്റൺ. 24 മണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് പുറത്തോട്ട് എടുക്കുക. ഫൈൻഡ് ദ വെയിറ്റ് M3 ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ദ ലിഡ് ആൻഡ് ഡ്രൈ സോയിൽ സാമ്പിൾ. എന്നിട്ട് ആ കണ്ടെയ്നറും ആ സോയിലും ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ, അതിന്റെ വെയിറ്റ് എടുക്കുക. നോട്ടഡ്, എന്നിട്ട് അത് M3 ആയിട്ട് നോട്ട് ചെയ്യാം. Now water content can be calculated as, water content എന്താണെന്ന് നമുക്കറിയാം, weight of water divided by weight of solids. അപ്പോൾ ഈ മൂന്ന് റിലേഷനിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. M2 minus M3 divided by M3 minus M1 into 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കണ്ടന്റ് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കണ്ടെയ്നർ എടുക്കുക, കണ്ടെയ്നറിന്റെ വെയിറ്റ് എടുക്കുക, കണ്ടെയ്നറിൽ വെറ്റ് സോയിൽ വെക്കുക, വെയിറ്റ് എടുക്കുക M2. ഇത് 24 മണിക്കൂർ ഓവൻ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം പുറത്തോട്ട് എടുത്തിട്ട് അഗെയിൻ അതിന്റെ വെയിറ്റ് എടുക്കുക. ദാറ്റ് ഈസ് M3. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. M2 minus M3 whole divided by M3 minus M1 into 100 ചെയ്യുക. അപ്പൊ അതിൽ ഓരോ ടേംസ് എന്താണെന്ന് നോക്കിക്കോളൂ. M1 എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് കണ്ടെയ്നർ വിത്ത് ലിഡ്. M2 മാസ് ഓഫ് കണ്ടെയ്നർ, ലിഡ്, അതുപോലെ തന്നെ വെറ്റ് സോയിൽ. M3 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് കണ്ടെയ്നർ, ലിഡ് ആൻഡ് ഡ്രൈ സോയിൽ. ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമ്മുടെ ടെമ്പറേച്ചറിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇനി നോക്കൂ, നിങ്ങൾ ഈ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആ സോയിലിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിനേക്കാൾ കൂടിയ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കും, ഡാമേജ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുറഞ്ഞ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ
ഇത്രയും വെള്ളം, അതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇവാപറേറ്റ് ആയി പോകാത്ത പ്രശ്നം വരും. അപ്പൊ ഇത് ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് 110 ± 5 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു നൊട്ടേഷൻസ് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. M1, M2, M3 എന്താണ്. ഇതിൽ തന്നെ പ്രൊസീജിയർ ഉണ്ട് അല്ലെ. M1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് കണ്ടെയ്നർ ആണ്. M2 എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറിൽ കുറച്ച് വെറ്റ് സോയിൽ വെച്ചിട്ടുള്ള വെയിറ്റ്. M3 എന്ന് പറഞ്ഞാൽ ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ്. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ, അതാണ് എന്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോയിൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് അത്യാവശ്യം, അതായത് വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്, ഫൈൻ സോയിൽ പാർട്ടിക്കിൾ സൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അത്യാവശ്യമാണ്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, പൈക്കണോമീറ്റർ ബോട്ടിൽ മെത്തേഡ്, പൈക്കണോമീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്, ഗ്യാസ് ജാർ മെത്തേഡ്, ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്, ഇങ്ങനെ 5 മെത്തേഡ്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് രണ്ടെണ്ണം അല്ലേ, ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡും അതുപോലെ തന്നെ പൈക്കണോമീറ്റർ ബോട്ടിൽ മെത്തേഡും ആണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്, സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചും കണ്ടിട്ടുണ്ട്. ഇതിന്റെ പ്രൊസീജിയർ എഴുതാനായിട്ട് ചോദിച്ചുകൊണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഒരു 50 ml കപ്പാസിറ്റി ഉള്ള ഡെൻസിറ്റി ബോട്ടിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. മാത്രമല്ല ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫൈൻ ഗ്രേഡ് സോയിൽ വിത്ത് മോർ ദാൻ 90% പാസിംഗ് 2 mm ISE, അതായത് ഒരു 2 mm ISE എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ 90% കൂടുതൽ സോയിൽ പാസ് ചെയ്യും. അങ്ങനെ ആ പാസ് ചെയ്ത് പോയി കിട്ടുന്ന ഫൈൻ ഗ്രേഡ് സോയിൽസിലാണ് നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി കോഴ്സ് ഗ്രെയിൻ സോയിൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പൾവറൈസ് ചെയ്യണം. പൾവറൈസ് ചെയ്തിട്ട് 2 mm ISE അത് പാസ് ചെയ്യുകയും വേണം. അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് ഗ്രെയിൻ സോയിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫൈൻ ഗ്രെയിൻ സോയിലും കോഴ്സ് ഗ്രെയിൻ സോയിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈൻ ഗ്രെയിൻ സോയിൽ ആണെങ്കിൽ 2 mm ISE 90% കൂടുതൽ പാസ് ചെയ്യണം. ഇനി കോഴ്സ് ഗ്രെയിൻ സോയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പൾവറൈസ് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്തിട്ട് അത് 2 mm സീവിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ നോക്കണം. എന്തെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഡെൻസിറ്റി ബോട്ടിലിന്റെ ഒരു കപ്പാസിറ്റി, ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് 50 ml എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഒരു ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, ഡെൻസിറ്റി ബോട്ടിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റോപ്പറും മുകളിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. ചെറിയൊരു ഹോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാ വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും എൻട്രാപ്ഡ് എയേഴ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു 5 to 10 grams ഓഫ് സോയിൽ, ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ വേണം എടുക്കാൻ. നനവൊന്നും ഇല്ലാത്ത 5 to 10 grams ഓഫ് സോയിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ, അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂറോളം നമ്മളത് അവിടെ ഇങ്ങനെ മുക്കി വെക്കുക, സോക്ക് ചെയ്ത് വെക്കുക. ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഡിസ്റ്റിൽഡ് വാട്ടറിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് കെറോസിൻ യൂസ് ചെയ്യാം. കാരണം കെറോസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബെറ്റർ വെറ്റിംഗ് ഏജന്റ്. നമുക്ക് വേണമെങ്കിൽ വാട്ടറിന് പകരം കെറോസിൻ യൂസ് ചെയ്യാം. നമ്മുടെ ഡെൻസിറ്റി, നമ്മുടെ കോൺക്രീറ്റ് ലാബിൽ സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണുമ്പോൾ നമ്മൾ കെറോസിൻ ആണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് കെറോസിൻ യൂസ് ചെയ്തത്? വാട്ടർ യൂസ് ചെയ്യാതെ കെറോസിൻ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ സിമെന്റും വാട്ടറും തമ്മിൽ റിയാക്ഷൻ ഉണ്ടാകും അല്ലെ, എന്നിട്ട് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെറോസിൻ അവിടെ യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ സോയിലിന്റെ കേസിലും കെറോസിൻ യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ വെള്ളത്തിനേക്കാൾ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള വെറ്റിംഗ് ഏജന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡെൻസിറ്റി ബോട്ടിൽ ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കുക, മാസ് M1 എന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 5 to 10 grams ഓഫ് ഓവൻ ഡ്രൈ സോയിൽ ഇടുക. പാസിംഗ് 2 mm സീവിലൂടെ പാസ് ചെയ്യുന്ന സോയിൽ 5 to 10 grams ഇടുക. എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുക്കുക. അപ്പൊ എന്തൊക്കെ വെയിറ്റ് കിട്ടും? ഡെൻസിറ്റി ബോട്ടിലിന്റെ വെയിറ്റ് ഉണ്ടാവും, അതിനകത്തുള്ള 5 to 10 grams ഓഫ് സോയിലിന്റെ വെയിറ്റ് ഉണ്ടാവും. അതാണ് M2.
ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ add sufficient amount of de-iodized water to the soil in the density bottle, thoroughly mix it, determine the mass of density bottle with soil and water. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും എയർ അതിനകത്ത് എൻട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നല്ലതുപോലെ സ്റ്റിർ ചെയ്യണം. സ്റ്റിർ ചെയ്തതിന് ശേഷം ആ ഡെൻസിറ്റി ബോട്ടിലും അതിനകത്തുള്ള 5 to 10 grams ഓഫ് സോയിലും വെള്ളവും ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാവും അല്ലെ, ഇതിന്റെ മൂന്നെണ്ണത്തിന്റെയും കൂടെയുള്ള വെയിറ്റ് എടുക്കുക ആൻഡ് നോട്ടഡ് ഇറ്റ് ആസ് M3. ഇനി ലാസ്റ്റ് നമ്മുടെ ഡെൻസിറ്റി ബോട്ടിലിൽ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്ത ഡെൻസിറ്റി ബോട്ടിൽ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് നല്ലതുപോലെ തുടച്ചതിന് ശേഷം അതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫിൽ ചെയ്തിട്ട് വെയിറ്റ് എടുക്കുക. അപ്പൊ എന്തിനൊക്കെ വെയിറ്റ് ഉണ്ട് അവിടെ? ഡെൻസിറ്റി ബോട്ടിലിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കും, വാട്ടറിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ടഡ് ആസ് M4. അപ്പൊ 4 വെയിറ്റ് ആണ് നമ്മൾ അവിടെ നോട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഫിഗറിൽ കാണാം MT വെയിറ്റ് ഉണ്ടാവും ഡെൻസിറ്റി ബോട്ടിലിന്റെ M1. പിന്നെ അതിനകത്ത് സോയിൽ ഇട്ടതിന് ശേഷം M2. ഡെൻസിറ്റി ബോട്ടിലും ഉണ്ടാവും, സോയിൽ ഉണ്ടാവും. പിന്നെ അതിനകത്ത് വെള്ളം ഒഴിച്ചു. അപ്പൊ ഡെൻസിറ്റി ബോട്ടില് സോയിൽ വാട്ടർ. പിന്നെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് സോ ഡെൻസിറ്റി ബോട്ടിലും വെള്ളവും. അപ്പൊ നമുക്ക് ഇക്വേഷൻ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി G is equal to GK into M2 minus M1 divided by M2 minus M1 minus M3 minus M4. GK എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഏതെങ്കിലും സബ്സ്റ്റൻസ്. ഇപ്പൊ നമ്മൾ കറോസിനെ യൂസ് ചെയ്യുന്നെങ്കിൽ GK, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കറോസിൻ. ഇപ്പൊ നമ്മള് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാലോ, എത്രയാണ്? 1 ആണ് അല്ലെ. സോ അവിടെ ഒന്നും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് അറിയണം. നമുക്ക് അറിയുന്ന കാര്യമാണ് GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഓഫ് വെറ്റിംഗ് ഏജന്റ്. ഇപ്പൊ കറോസിൻ ആണെങ്കിൽ കറോസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. M1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് എംപ്റ്റി ബോട്ടിൽ, M2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബോട്ടിൽ പ്ലസ് ഡ്രൈ സോയിൽ, M3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ബോട്ടിൽ പ്ലസ് ഓയിൽ പ്ലസ് വാട്ടർ, ആൻഡ് ലാസ്റ്റ് വൺ മാസ് ഓഫ് ബോട്ടിലും വാട്ടറും. സീരിയൽ നമ്പറിൽ വ്യത്യാസം ഉണ്ടെന്നു അത് നോക്കിയതാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയില്ലേ? ഈ ജസ്റ്റ് ഈ ഇക്വേഷനും ഈ കാര്യങ്ങളും ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് പ്രൊസീജിയർ എഴുതാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെ എത്രത്തോളം സോയിൽ എടുക്കുന്നുണ്ട് എന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. 5 to 10 grams ഓഫ് സോയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഇതാണ് പൈക്രോമീറ്റർ മെത്തേഡ്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും പൈക്രോമീറ്റർ മെത്തേഡ്. ഇതാണ് ഒരു പൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഡെൻസിറ്റി ബോട്ടിലിന്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ ആണ്, ചെറിയ ഒരു വ്യത്യാസം. എന്താണ്? ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സോയിൽ, നമ്മൾ എടുക്കുന്ന സോയിലിന്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം. 200 to 300 grams ഓഫ് സോയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. മറ്റൊരു 5 to 10 ആണ്. അത് വളരെ ചെറുതായിരുന്നു, 50 ml കപ്പാസിറ്റി ഉള്ളതായിരുന്നു. അതിൽ തന്നെ 5 to 10 grams ഓഫ് സോയിൽ നമ്മളാണ് എടുത്തിരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് പൈക്രോമീറ്ററിൽ നമുക്ക് 200 to 300 grams ഓഫ് സോയിൽ എടുക്കാം. ഇനി ഏത് ടൈപ്പ് സോയിലിനും പൈക്രോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മോർ സ്യൂട്ടബിൾ ഫോർ മീഡിയം ഗ്രെയിൻ സോയിൽ വിത്ത് മോർ ദാൻ 90% പാസിംഗ് അറ്റ് 20 mm ISE. മറ്റൊരു 2 mm ISE ആയിരുന്നു. ഇവിടെ 20 mm ISE-യിലൂടെ 90% കൂടുതൽ പാസ് ചെയ്യുന്ന സോയിലിന് മോർ സ്യൂട്ടബിൾ ആണ്. ഇനി കോസ്റ്റ് ഗ്രെയിൻ സോയിൽ ആണെന്നുണ്ടെങ്കിൽ 40 mm സീവിലൂടെ മോർ ദാൻ 90% പാസ് ചെയ്യണം. അതുകൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഫൈൻ ഗ്രെയിൻ സോയിൽ ആണെന്നുണ്ടെങ്കിൽ 20 mm ISE-യിലൂടെ 90% കൂടുതൽ പാസ് ചെയ്യണം. കോസ്റ്റ് ഗ്രെയിൻ ആണ് എന്നുണ്ടെങ്കിൽ 40 mm ISE-യിലൂടെ മോർ ദാൻ 90% കൂടെ പാസ് ചെയ്യണം. ഓക്കെ, ഇതാണ് പൈക്രോമീറ്റർ. സെയിം ഫിഗർ തന്നെയാണ്. ഇതാണ് പൈക്രോമീറ്റർ. ഇതിനും അതേ ടോപ്പിന്, ഈ ടോപ്പിന്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ഹോള് കാണാം. നേരത്തെ പറഞ്ഞ പോലെ എൻട്രാപ്ഡ് എയർ ഉണ്ടെങ്കിൽ കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രൊസീജിയർ: ക്ലീൻ ആൻഡ് ഡ്രൈ ദ പൈക്രോമീറ്റർ ആൻഡ് വെയ് ഇറ്റ് ആസ് M1. പ്ലേസ് about 200 grams of oven dry soil passing through 4.75 mm sealer. Determine the mass of picrometer with the dry soil as M2. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് കേട്ടോ. Add sufficient amount of de-iodized water to the soil and picrometer. Thoroughly mix it. Determine the mass of picrometer with the soil and water as M3. And empty the picrometer, clean it and wipe it dry എന്നാണ് കേട്ടോ.
Fill the pycnometer with the distilled water and find its mass as M4. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു തരാം. ആദ്യം എംറ്റി കണ്ടെയ്നറിന്റെ വെയിറ്റ് എടുക്കുക, ദാറ്റ് ഈസ് നോട്ടഡ് ആസ് M1. അതുപോലെ കണ്ടെയ്നറിന്റെ വെയിറ്റും ഡ്രൈ സോയിലും കൂടെ എടുക്കുക, M2. കണ്ടെയ്നർ ഡ്രൈ സോയിൽ, അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് നോട്ടഡ് ആസ് M3. കണ്ടെയ്നറും വാട്ടറും വരുമ്പോൾ M4. എന്നൊരു ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, സെയിം ഇക്വേഷൻ ആണ്. M2 മൈനസ് M1 ഡിവൈഡ് ബൈ M2 മൈനസ് M1 മൈനസ് M3 മൈനസ് M4. ഈ ഇക്വേഷനും ഈ പ്രൊസീജിയറും പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. രണ്ട് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡും പൈക്രോമീറ്റർ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് സോയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എങ്ങനത്തെ സോയിൽ വേണം എടുക്കാൻ എന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അത് രണ്ടുമാണ് രണ്ടിലും വ്യത്യാസമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ വാട്ടർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ പഠിച്ചു, ഓവൻ ഡ്രൈൻ മെത്തേഡ് വഴി. സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ പഠിച്ചു, ഡെൻസിറ്റി ബോട്ടിൽ വെച്ചും പഠിച്ചു, അതുപോലെ പൈക്രോമീറ്റർ മെത്തേഡും പഠിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ്. നമ്മുടെ വെയിറ്റ് ഓഫ് സോളിഡ്സ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് അല്ലെ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വെച്ച ഫിഗർ ആണ്. വെയിറ്റ് ഓഫ് സോളിഡ്സ് വെയിറ്റ് ഓഫ് വാട്ടർ ഓഫ് സെയിം ബോഡി, രണ്ടും സെയിം ബോഡി ആയിരിക്കണം. ഓക്കെ, ഇത് പൈക്രോമീറ്ററിന്റെ പ്രൊസീജിയറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. W1 എന്താണ്, W2 എന്താണ്, W3. നേരത്തെ നമ്മൾ മാസിന്റെ ടേമിലാണ്, ഇവിടെ വെയിറ്റിന്റെ ടേമിൽ പറഞ്ഞത് മാത്രം. കാരണം ഈ ഫിഗറിൽ ഇവിടെ വെയിറ്റ് ഓഫ് സോളിഡ്സ്, വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ എന്നാണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ഓർ മെക്കാനിക്കൽ അനാലിസിസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടി ആയി പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഈ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. It is the method of separation of soils into different fractions based on the particle size. നമ്മൾ സോയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറെന്റ് ടൈപ്പ് സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡിഫറെന്റ് സൈസ് ഉള്ള പാർട്ടിക്കിൾസിന്റെ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യണം. ഒരേ സൈസ് ഉള്ളതിനെ മാറ്റി മാറ്റി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ഫ്രാക്ഷൻസിലുള്ളതിനെ ഡിഫറെന്റ് ഫ്രാക്ഷൻസിലേക്ക് പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് സീവ് അനാലിസിസ്, നമുക്ക് അറിയുന്നതാണ് സീവ് അനാലിസിസ്. രണ്ട് സെഡിമെന്റേഷൻ അനാലിസിസ്. അപ്പൊ എപ്പോഴാണ് സീവ് അനാലിസിസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം. സീവ് അനാലിസിസ് എപ്പോഴാണ് ചെയ്യുക, കോഴ്സ് ഗ്രെയിൻ സോയിലിന്റെ കേസിൽ, അതായത് 75 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്യുന്ന സോയിലുകളെയാണ് നമ്മൾ റീടൈൻ ചെയ്യുന്നത്. 75 മൈക്രോൺ സീവിലൂടെ സീവ് ചെയ്യുമ്പോൾ അതിൽ റീടൈൻ ചെയ്യുന്ന സോയിൽ, അതായത് അതിലൂടെ പാസ് ചെയ്യാത്തത്. അപ്പൊ അതായത് ബാരിയർ 75 മൈക്രോൺ ആണ്, അതിൽ റീടൈൻ ചെയ്യുന്നതെല്ലാം, അതിന് മുകളിലുള്ള സൈസിലുള്ളതെല്ലാം കോഴ്സ് ഗ്രെയിൻ സോയിലും അതിലൂടെ പാസ് ചെയ്യുന്നതെല്ലാം ഫൈൻ ഗ്രെയിൻ സോയിലും ആണ്. അപ്പൊ 75 മൈക്രോൺ സീവിൽ റീടൈൻ ചെയ്യുന്ന കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുന്നത്. അതുപോലെ അപ്പൊ നേരെ തിരിച്ചല്ലേ, 75 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്യുന്ന ഫൈൻ ഗ്രെയിൻഡ് സോയിലിനാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുക. പക്ഷെ നമ്മുടെ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോഴ്സ് ഗ്രെയിൻഡ് സോയിലും ഫൈൻ ഗ്രെയിൻഡ് സോയിലും മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സീവ് അനാലിസിസും ചെയ്യണം, അതുപോലെ സെഡിമെന്റേഷൻ അനാലിസിസും ചെയ്യണം. ഓക്കെ, സീവ് അനാലിസിസും ചെയ്യണം, അതുപോലെ സെഡിമെന്റേഷൻ അനാലിസിസും ചെയ്യണം. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം എന്താണെന്ന്. മൈക്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ 10⁻⁻6 മീറ്റേഴ്സ് ആണ്, അതായത് 10⁻³ mm. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഗ്രെയിൻ സോയിൽ ആണ്, അതായത് പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 75 മൈക്രോൺ. ഇനി സെഡിമെന്റേഷൻ അനാലിസിസ് ആർക്കാ ചെയ്യുന്നത്, ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, അതായത് പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 75 മൈക്രോൺ ആയിട്ടുള്ള സോയിലിന്. ഇനി നമ്മൾ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഉണ്ട്, സോ നമ്മൾ രണ്ട് അനാലിസിസും ചെയ്യണം. ഇനി പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 0.2 മൈക്രോൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സെഡിമെന്റേഷൻ അനാലിസിസ് വഴിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴിയോ അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് വെച്ചൊക്കെയാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സാധാരണ ഈ ഒരു ടെക്നിക്ക് നമ്മൾ സാധാരണ ചെയ്യാറില്ല. അധികവും ചെയ്യുന്നത് സീവ് അനാലിസിസും സെഡിമെന്റേഷൻ അനാലിസിസും ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു 75 മൈക്രോൺ സീവില് റീടൈൻ ചെയ്യുന്നത്, അതായത് അതിനേക്കാൾ വലിയ സൈസ് ഉള്ളതെല്ലാത്തിനും നമുക്ക് കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്ന് പറയാം. ഈ 75 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്ത് പോകുന്നതിനെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയാം. ഇതെല്ലാം ഫൈൻ ഗ്രെയിൻഡ് സോയിലും ഇത് കോഴ്സ് ഗ്രെയിൻ സോയിലും ആണ്. ഓക്കെ, ഇനി കോഴ്സ് ഗ്രെയിൻ സോയിലിൽ തന്നെ
ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഗ്രാവലും സാൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് 4.75 mm 75 mm റീറ്റെയിൻ ചെയ്യുന്നതെല്ലാം കോസ് ഗ്രെയിൻ സോയിൽ ആണ്. ഇനി കോസ് ഗ്രെയിൻ സോയിലിന് നമ്മൾ 4.75 mm സീവിലൂടെ സീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് ഗ്രാവൽ, അതിൽ പാസ് ചെയ്യുന്നതാണ് സാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം. സീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ഓഫ് സീവ്സ് ഉണ്ടായിരിക്കും അല്ലെ. വലിയ സൈസ് ഉള്ളത് നമ്മൾ മുകളിലും പിന്നെ താഴോട്ട് പോകുന്തോറും ചെറിയ ചെറിയ സൈസ് ഉള്ളതായിരിക്കും. ഏറ്റവും അടിയിൽ പാൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതുപോലെ സെറ്റ് ഓഫ് സീവ്സ് ഉണ്ടായിരിക്കും. സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പൺ ബ്രാസ് ആൻഡ് ഫോസ്ഫർ ബ്രോൺസ് സീവ് ക്ലോത്ത് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതൊക്കെ ആയിരിക്കും, ഈ മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും സീവ്സ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി സീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീവിന്റെ സൈസ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 75 മൈക്രോൺ സീവ് അല്ലെങ്കിൽ 4.75 mm സീവ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് എന്ത് സൈസ് വെച്ചാ പറയുന്നത്? അതായത് ഇപ്പൊ ഒരു സീവ് എടുക്കുകയാണെങ്കിൽ സീവിനകത്ത് ഇങ്ങനെ സ്ക്വയർ ഹോൾസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ സ്ക്വയർ ഹോൾസിന്റെ സൈസിനെയാണ് നമ്മൾ സ്ക്വയർ ഓപ്പണിങ്ങിന്റെ സൈസിനെയാണ് നമ്മൾ സീവിന്റെ സൈസ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 4.75 mm സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്വയർ ഓപ്പണിംഗ് 4.75 mm ആയിരിക്കും, ആ രീതിയിൽ. ഓക്കെ, ഇനി അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ 80 mm to 75 മൈക്രോൺ സീവ് വരെ അവൈലബിൾ ആണ്. 80 മുതൽ 75 മൈക്രോൺ സീവ് വരെ അവൈലബിൾ ആണ്. അതുപോലെ ഒരു സീവിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 15 to 20 സെന്റിമീറ്റർ വരെ വേരി ചെയ്യാറുണ്ട്. 15 to 20 ഡയമീറ്റർ വരെ വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സീവിനെ പറ്റി ഒരു ധാരണയെന്ന് വിചാരിക്കുന്നു. സീവ് അനാലിസിസ് നിങ്ങൾക്ക് അറിയുന്ന പ്രോസസ് ആണ് അല്ലെ. നിങ്ങൾ കോഴ്സ് അഗ്രിഗേറ്റിന് ഫൈൻ അഗ്രിഗേറ്റിന് സീവ് അനാലിസിസ് ചെയ്തിട്ടുണ്ടാവും. സെയിം പ്രൊസീജിയർ ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ സോയിലിന്റെ കേസിൽ വരുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ പറഞ്ഞിരുന്നു 75 മൈക്രോൺ സീവിനേക്കാൾ സൈസ് ഉള്ളതാണ് കോസ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞിരുന്നു. അതിനേക്കാൾ ചെറുതാണ് ഫൈൻ ഗ്രെയിൻസ്. ഇനി ഇതിന്റെ ഒരു കോഴ്സ് ഗ്രെയിനിന് നമ്മൾ എന്നിട്ട് 4.75 mm സീവിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് ഗ്രാവൽ. ഓക്കെ, അതിൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് ഗ്രാവൽ, അതിലൂടെ പാസ് ചെയ്യുന്നതാണ് സാൻഡ്. ഇനി ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനെ പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് 2 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ 2 മൈക്രോൺ സീവില് റീറ്റെയിൻ ചെയ്യുന്നതാണ് സിൽറ്റ്, അതുപോലെ പാസ് ചെയ്യുന്നതാണ് ക്ലേ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ സൈസ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഏറ്റവും സൈസ് ഉള്ളത് ഗ്രാവൽ, പിന്നെ സാൻഡ്, പിന്നെ സിൽട്ട്, പിന്നെ ക്ലേ. ഈ കോസ് ഗ്രെയിൻ ഫൈൻ ഗ്രെയിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ആ ബാരിയർ ഏതാ? 75 മൈക്രോൺ. ഇനി കോസ് ഗ്രെയിനിൽ നമ്മൾ ഗ്രാവലിനെയും സാൻഡിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് 4.75 mm സീവ് വെച്ച്. ഇനി ഫൈൻ ഗ്രെയിൻസിൽ സിൽറ്റിനെയും ക്ലേനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 2 മൈക്രോൺ സീവ് വെച്ച്. ഓക്കെ, അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നോക്കൂ, കോസ് ഗ്രെയിൻ സോയിലിനാണ് നമ്മൾ കോസ് ഗ്രെയിൻ സോയിൽസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീവ് അനാലിസിസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഫൈൻ ഗ്രെയിൻ സോയിലിന് നമ്മൾ എന്താ ചെയ്യുന്നത്? സെഡിമെന്റേഷൻ അനാലിസിസ് ആണ്. അപ്പൊ കോസ് ഗ്രെയിൻ സോയിലിന് സീവ് അനാലിസിസും ഫൈൻ ഗ്രെയിൻ സോയിലിന് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസും ചെയ്യും. ഇനി സീവ് അനാലിസിസ് കോസ് ഗ്രെയിൻ സോയിലിന് ഗ്രാവലിനും സാൻഡിനും സെപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായോ? ഗ്രാവലിനും സാൻഡിനും നമ്മൾ സീവ് അനാലിസിസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ കോസ് ഗ്രെയിൻ ഗ്രാവൽ ഫ്രാക്ഷന് നമ്മൾ ഒരു സെറ്റ് ഓഫ് സീവ്സ് എടുക്കും, അതുപോലെ സാൻഡ് ഫ്രാക്ഷന് ഒരു സെറ്റ് ഓഫ് സീവ് എടുക്കും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗ്രാവൽ ഫ്രാക്ഷൻ എടുക്കുന്ന സെറ്റ് ഓഫ് സീവ് ആണ്. 80, 40, 20, 10, 4.75 mm ഈ സൈസിലുള്ള സീവുകൾ എടുത്തിട്ടാണ് നമ്മൾ ഗ്രാവൽ ഫ്രാക്ഷന്റെ സീവ് അനാലിസിസ് ചെയ്യുക. അതുപോലെ തന്നെ ഫൈൻ ഗ്രെയിൻ ഫ്രാക്ഷന്റെ സീവ് അനാലിസിസ് ചെയ്യുന്നതിനായിട്ട് 2 mm, 1 mm, 600 മൈക്രോൺ, 425 മൈക്രോൺ, 300 മൈക്രോൺ, 212 മൈക്രോൺ, 150 മൈക്രോൺ ആൻഡ് 75 മൈക്രോൺ സീവ് സെറ്റുകളാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സീവ് അനാലിസിസിന്റെ പ്രൊസീജിയർ എഴുതുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കോസ് ഗ്രെയിന്റെ ഏതൊക്കെ സെറ്റാണ്? 80, 40, 20, 10, 4.75 mm ഇത്രയും സെറ്റുകളാണ് കോസ് ഗ്രെയിനിന്റെ സീവ് അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫൈൻ ഗ്രെയിൻ ഫ്രാക്ഷൻ, ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ് ഫ്രാക്ഷൻ അല്ലെ, അതിന്റെ സീവ് അനാലിസിസ് ചെയ്യുന്നതിനായിട്ട് 2 mm, 1 mm, 600 മൈക്രോൺ, 425 മൈക്രോൺ, 300 മൈക്രോൺ, 212 മൈക്രോൺ, 150 മൈക്രോൺ ആൻഡ് 75 മൈക്രോൺ സീവ് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്.
ഈ ഒരു ഓർഡറിൽ ഇതുപോലെ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് സീവ് അനാലിസിസ് ചെയ്തപ്പോൾ അറിയായിരുന്നു ഏറ്റവും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, ഒരു എസ് കർവ് ആയിരുന്നു അല്ലെ, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. അത് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ട് അതിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സീവുകൾ ഇതേ ഓർഡറിൽ തന്നെ യൂസ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ ചെറിയൊരു മാറ്റം വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് സീവ് അനാലിസിസിന് കോസ് ഗ്രൈൻഡും അതുപോലെ മറ്റേ ഗ്രാവൽ ഫ്രാക്ഷനും സാൻഡ് ഫ്രാക്ഷനും നമ്മൾ യൂസ് ചെയ്യുന്ന സീവ് സെറ്റുകൾ. ഓക്കെ, ഇനി സീവ് അനാലിസിസ് നോക്കുക. സീവ്സ് ആർ സ്റ്റാക്ക് വൺ ഓവർ ദി അതർ വിത്ത് ഡിക്രീസിങ് സൈസ് ഫ്രം ടോപ്പ് ടു ദി ബോട്ടം. മുകളില് വലിയ സൈസ്, താഴോട്ട് പോകുന്തോറും ചെറിയ ചെറിയ സൈസുകളായിട്ട് ആ രീതിയിലാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്യേണ്ടത്. സീവ്സ് ഓഫ് ലാർജസ്റ്റ് ഓപ്പണിംഗ് ഈസ് കെപ്റ്റ് അറ്റ് ദ ടോപ്പ്. ഏറ്റവും ടോപ്പില് ലാർജസ്റ്റ് ഓപ്പണിംഗ്, അതായത് ലാർജസ്റ്റ് സൈസ് ഉള്ള സീവ് വേണം കീപ്പ് ചെയ്യാനായിട്ട്. A lid or cover is placed at the top of the largest sieve. നമ്മൾ ഏറ്റവും ടോപ്പിൽ ലിഡ് വെക്കും അല്ലെ, സോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ലിഡും ഏറ്റവും താഴെ നമ്മൾ പാനും വെച്ചിട്ടാണ് നമ്മൾ സീവ് ചെയ്യുക അല്ലെ. നമ്മൾ ആ ഓർഡറിൽ ആദ്യം സ്റ്റാക്ക് ചെയ്യും. സ്റ്റാക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും ടോപ്പിലുള്ള സീവിൽ നമ്മൾ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോയിൽ സാമ്പിൾ എടുത്ത് വെക്കും. എന്നിട്ട് അതിന് നമ്മൾ ഒരു ലിഡ് വെച്ച് അടയ്ക്കും. ഏറ്റവും താഴെ പാനും വെക്കും. എന്നിട്ടാണ് ഒരു സീവ് ഷേക്കറിൽ കൊണ്ടുവയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സ് നമ്മുടെ മാനുവലി നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് പാനും അതുപോലെ ലിഡും വെക്കുന്നത്? സോയിൽ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അത് പറന്നു പോവുകയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വെയിറ്റിൽ വ്യത്യാസം വരും, അപ്പൊ എറർ വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് ടേക്ക് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് സോയിൽ സാമ്പിൾ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദി ടോപ്പ് മോസ്റ്റ് ലാർജസ്റ്റ് സീവ്. ഏറ്റവും മുകളിലുള്ള നമ്മൾ സോയിൽ സാമ്പിൾ വെക്കും. എന്നിട്ട് അതൊരു സീവ് ഷേക്കറിൽ, ഇതുപോലെ സീവ് ഷേക്കറിൽ കൊണ്ടുപോയി വെക്കും. 15 മിനിറ്റ് ഷെയ്ക്ക് ചെയ്യും അല്ലെ. സാധാരണ 10 മിനിറ്റ് തന്നെ സഫീഷ്യന്റ് ആണ്, എന്നാലും 15 മിനിറ്റ് എന്നൊക്കെയാണ് നമ്മുടെ ലാബിന് പറയാറുള്ളത്. അപ്പൊ ഇതാണ് സീവ് അനാലിസിസിന്റെ ഒരു പ്രൊസീജിയർ. ഇതിന് ശേഷം നമുക്ക് ചെയ്യുന്നത് നമ്മളൊരു ടാബുലർ ഫോമിലൊക്കെ എഴുതിയിട്ടാണ് എഴുതാറുള്ളത്. നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ സീവ് അനാലിസിസ്, സോയിലിന്റെ കേസിൽ സീവ് അനാലിസിസ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഡ്രൈ സീവ് അനാലിസിസും, 2 വെറ്റ് സീവ് അനാലിസിസും. 2 രീതിയിലാണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുന്നത്. ഡ്രൈ സീവ് അനാലിസിസും വെറ്റ് സീവ് അനാലിസിസും. ഇത് ചെയ്ത് നോക്കുന്നത് എന്തിനാന്ന് വെച്ചാല് പറയാം. ഡ്രൈ സീവ് അനാലിസിസ് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഡ്രൈ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ ഷുഡ് ബി ഓവൻ ഡ്രൈ. സോയിലിൽ വെള്ളമൊന്നും ഉണ്ടാവരുത്, ഓവൻ ഡ്രൈ ആയിരിക്കണം. അതുപോലെ ലംസ് ഒന്നും ഉണ്ടാവരുത്, കട്ട പിടിച്ച് നിൽക്കരുത്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്യണം, പൾവറൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഓർഗാനിക് മാറ്റേഴ്സ് അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സോയിൽ സാമ്പിൾ എടുക്കണം. അപ്പൊ അതിൽ 80 mm ആണ് അതിലുള്ള മാക്സിമം സൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ 60 kg എടുക്കണം. 20 mm ആണെങ്കിൽ 6.5, 4.75 mm ആണ് മാക്സിമം സൈസ് എന്നുണ്ടെങ്കിൽ 0.5. ഈ ഒരു രീതിയിൽ IS കോഡ് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സോയിൽ സാമ്പിളിനെ 4.75 mm സീവിലൂടെ സീവ് ചെയ്യാം. നമ്മൾ കോസ് ഗ്രെയിൻഡ് സോയിൽസിനാണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുക അല്ലെ. എന്നിട്ട് നമുക്ക് അതിന് ഏത് സെറ്റ് ഓഫ് സീവ് സെറ്റ് വെക്കണം എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ കിട്ടുന്നതിനെ 4.75 mm IS സീവിലൂടെ സീവ് ചെയ്യും. എന്നിട്ട് അതിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ 4.75 mm IS സീവിൽ റീറ്റെയിൻ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും, കോഴ്സ് ഗ്രാവൽ ഫ്രാക്ഷൻ ആയിരിക്കും അല്ലെ. നമ്മുടെ 4.75 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞത്, ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, കോഴ്സ് ഗ്രൈൻഡ് സെറ്റ് ഇല്ലേ, ഏതായിരുന്നു അത്, 80, 40, 20, 10, 4.75 ഇതിൽ വേണം സീവ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ സാമ്പിൾ എടുത്തു, 4.75 mm IS സീവിലൂടെ നമ്മൾ സീവ് ചെയ്തു. അതിൽ റീറ്റേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. സോ നമ്മൾ ഈ സെറ്റ് ഓഫ് സീവിൽ വേണം 80, 40, 20, 10, 4.75 ഈ സെറ്റ് ഓഫ് സീവ്സിൽ വേണം സീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ 15 മിനിറ്റ് സീവ് ചെയ്യുക. എന്നിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന സോയിലിന്റെ മാസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി 4.75 mm പാസ് ചെയ്ത് പോകുന്നുണ്ട് വിചാരിക്കും. പാസ് ചെയ്ത് കുറച്ച് സോയിൽ പോകുമല്ലോ, അത് എന്തായിരിക്കും, സാൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാൻഡ് ഫ്രാക്ഷന്റെ സെറ്റ് ഓഫ് സീവ്സ് ഇല്ലേ, 2 mm, 1 mm എന്ന് പറഞ്ഞിട്ട് 600 മൈക്രോൺ,
425 മൈക്രോൺ 300 മൈക്രോൺ എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ഓഫ് സീവ്സ് പഠിച്ചില്ലേ, അതിലൂടെ വേണം പാസ് ചെയ്യാനായിട്ട്. എന്നിട്ട് സെയിം പ്രൊസീജിയർ, എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന സോയിൽ മാസിന്റെ വെയിറ്റ് എടുത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഈ ഡ്രൈ സീവ് അനാലിസിസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 4.75 mm ഡ്രൈ ആയിരിക്കണം, ലംസ് ഒന്നും ഉണ്ടായിരിക്കരുത്, അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് 4.75 mm സീവിലൂടെ സീവ് ചെയ്യുക. അതിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. സോ നമ്മൾ മറ്റേ ഗ്രാവൽ ഫ്രാക്ഷൻ ഉള്ള സെറ്റ് ഓഫ് സീവ്സിലൂടെ വേണം സീവ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്നത് ടേബിളാർ ഫോമിൽ എഴുതിയിട്ട്, നമ്മുടെ ടേബിൾ ഓർമ്മയുണ്ടല്ലോ, ആ ടേബിളിൽ നമ്മൾ എഴുതി വെക്കണം. ഇനി 4.75 mm സീവിലൂടെ പാസ് ചെയ്തു പോകുന്ന സോയിൽ എന്ന് പറയുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ തൊട്ടപ്പുറത്ത് മറ്റേ സെറ്റ് ഓഫ് സീവ്സ് ഇല്ലേ, 2 mm 1 mm എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെറ്റ് ഓഫ് സീവ്സിൽ വേണം സീവ് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ കൊഹീഷൻലെസ് സോയിൽസിലാണ് ചെയ്യുന്നത്, കൊഹീഷൻലെസ് സോയിൽസിൽ. ഇനി സാൻഡ് നമ്മൾ വെറ്റ് കണ്ടീഷനിലാണ് സീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ വെറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു നനവുണ്ട്. അപ്പൊ അവിടെ സർഫസ് ടെൻഷൻ കാരണം പാർട്ടിക്കിൾ സൈസ് വലുതാവും. അപ്പൊ ഈ പാർട്ടിക്കിൾ സൈസ് വലുതായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവും. അതായത് പാർട്ടിക്കിൾസ് നമ്മൾ ഇങ്ങനെ കൂട്ടിമുട്ടിയൊക്കെ ഇരിക്കും അല്ലെ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീവ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് നമുക്ക് കിട്ടില്ല, എറർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ സീവ് അനാലിസിസും വെറ്റ് സീവ് അനാലിസിസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് വെറ്റ് സീവ് അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ സോയിലില് മോർ ദാൻ 5% ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറ്റ് സീവ് അനാലിസിസ് ചെയ്യണം എന്നാണ് പറയാ. മോർ ദാൻ 5% ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറ്റ് അനാലിസിസ് ചെയ്യണം. ഇതില് ലംസ് ഒന്നും ഉണ്ടായിരിക്കരുത്. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സോയിൽ നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഓവൻ ഡ്രൈ ചെയ്യണം. ഓവൻ ഡ്രൈ ചെയ്തിട്ട് അതിനെ ഒരു ട്രേയിലേക്ക് എടുത്തിട്ട് വാട്ടറിൽ മുക്കി വെക്കണം. എന്നിട്ട് ഡീഫ്ലോക്കുലേഷൻ ഏജന്റ് ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് കളയാനായിട്ട് സോഡിയം ഹെക്സാമെറ്റോഫോസ്ഫേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 2 gram per liters of water എന്ന രീതിയിൽ ആഡ് ചെയ്യുക. നമ്മുടെ ഫ്ലോക്ക് എന്തെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കളയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നല്ലതുപോലെ സ്റ്റിർ ചെയ്തിട്ട് ഒരു 1 hour എങ്കിലും നമ്മൾ അത് അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കുക, മുക്കി വെക്കുക. 1 hour എങ്കിലും മുക്കി വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അപ്പൊ ഇത് ഒരു സ്ലറി പോലെയാണല്ലോ, ഒരു ചെളി പോലെ ആയിരിക്കും, വെള്ളം ഉണ്ടാവും, ഫൈൻ പാർട്ടിക്കിൾസ് ആണല്ലോ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ 4.75 mm ISCവിലൂടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജെറ്റ് ഓഫ് വാട്ടർ നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യുക. സീവിലൂടെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? കുറച്ചതിൽ റീറ്റെയിൻ ചെയ്യും, കുറച്ചതിലൂടെ പാസ് ചെയ്യും അല്ലെ. എന്നിട്ട് മെറ്റീരിയൽ റീറ്റെയിൻഡ് ഓൺ 4.75 mm സീവ് എന്ന് പറയുന്നത് ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. അതുപോലെ മെറ്റീരിയൽ പാസ്ഡ് ത്രൂ ദി 4.75 mm സീവ് എന്ന് പറയുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ 4.75 mm പാസ് ചെയ്യുന്നത് റീറ്റെയിൻ ചെയ്യുന്നത് ഗ്രാവലും പാസ് ചെയ്യുന്നത് സാൻഡ് ഫ്രാക്ഷനുമാണ്. നമുക്ക് നേരത്തെ പഠിച്ചതാണ്. ഇനി ഗ്രാവൽ ഫ്രാക്ഷൻ ആണ് റീറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓവൻ ഡ്രൈ ചെയ്യുക. എന്നിട്ട് കോഴ്സ് സീവ് ഉണ്ടല്ലോ, 80 40 20 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെറ്റ് ഓഫ് സീവിലൂടെ സീവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന മാസ്, വെയിറ്റ്, റീറ്റെയിൻ ചെയ്യുന്ന സോയിലിന്റെ വെയിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി പാസ് ചെയ്ത് പോകുന്ന 4.75 mm പാസ് ചെയ്യുന്ന സോയിൽ എന്ന് പറയുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഒരു 75 മൈക്രോൺ സീവിലൂടെ സീവ് ചെയ്യണം. സോ 4.75 mm പാസ് ചെയ്ത് പോകുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ സീവ് ചെയ്യണം. സീവ് ചെയ്തിട്ട് ഏതിലൂടെ സീവ് ചെയ്യണം? 75 മൈക്രോൺ സീവിലൂടെ സീവ് ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്യുക. അതിനെ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കിട്ടുന്ന വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ അത്രയും നല്ലതുപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് 75 മൈക്രോൺ സീവിലൂടെ റീറ്റെയിൻ ചെയ്യുന്നത് ഓവൻ ഡ്രൈ ചെയ്യുക. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം ഫൈൻ സീവിലൂടെ സീവ് ചെയ്യുക. നമ്മുടെ ഫൈൻ സീവിന്റെ സെറ്റ് ഓഫ് സീവ് ഉണ്ടല്ലോ, അതിലൂടെ സീവ് ചെയ്യുക. അതുപോലെ റീറ്റെയിൻ ചെയ്യുന്നതില് എന്നിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്നതിന്റെ മാസ് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് വെറ്റ് സീവ് അനാലിസിസിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ ഡ്രൈ സീവ് അനാലിസിസും വെറ്റ് സീവ് അനാലിസിസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം.
സീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ സീവ് അനാലിസിസ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ 75 മൈക്രോണിൽ മുകളിലുള്ള സൈസിന് മുകളിലുള്ള പാർട്ടിക്കിൾസിന് നമ്മൾ സീവ് അനാലിസിസും 75 മൈക്രോണിന് താഴെ സൈസുള്ള പാർട്ടിക്കിൾസിന് സെഡിമെന്റേഷൻ അനാലിസിസുമാണ് ചെയ്യാറുള്ളത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ 75 മൈക്രോണിന് മുകളിൽ സൈസുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാവലും സാൻഡും. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4.75 mm സീവിലൂടെ സീവ് ചെയ്യും. അതിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്, പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാൻഡ് ഫ്രാക്ഷൻ ആണ്. റീറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ ഒരു സെറ്റ് ഓഫ് സീവ് മാറ്റി വെച്ചിട്ടുണ്ട്. 80, 40, 20, 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സീവ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൂടെ വേണം സീവ് ചെയ്യാനായിട്ട്. ഇനി പാസ് ചെയ്യുന്ന സാൻഡ് ഫ്രാക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ സീവ് സെറ്റ് ഉണ്ട് അല്ലെ. അത് എന്ന് പറയുന്നത് 2 mm, 1 mm, 600 മൈക്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ സെറ്റ്. ഓക്കെ. അപ്പൊ 75 മൈക്രോണിന് മുകളിലുള്ള സോയിലിന്റെ ഇഷ്യൂ അവിടെ നിൽക്കുകയാണ്. സീവ് അനാലിസിസ് വെച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഇനി 75 മൈക്രോണിന് താഴെയുള്ള സീവ് ഉണ്ട്, സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ് ചെയ്യുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മളിപ്പോൾ സീവ് അനാലിസിസ് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് 75 മൈക്രോണിന്റെ മുകളിലുള്ളതിനെല്ലാം നമ്മൾ സീവ് അനാലിസിസും താഴെയുള്ളതിന് സെഡിമെന്റേഷൻ അനാലിസിസ്. അപ്പൊ സീവ് അനാലിസിസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ സീവ് അനാലിസിസ് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുക എന്ന് പറഞ്ഞു. ഡ്രൈ സീവ് അനാലിസിസും വെറ്റ് സീവ് അനാലിസിസും. അപ്പൊ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോയിൽ സാമ്പിൾ എടുക്കണം. അത് ഓവൻ ഡ്രൈ ആയിരിക്കണം, ലംസ് ഒന്നും ഉണ്ടായിരിക്കരുത്. എന്നിട്ട് നമ്മൾ അതിന് 4.75 mm സീവിലൂടെ സീവ് ചെയ്യണം. അതിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. സോ നമ്മൾ 80, 40, 20, 10 ഉള്ള ഓർഡറിലുള്ള സെറ്റ് ഓഫ് സീവിലൂടെ വേണം സീവ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന സോയിലിന്റെ മാസ് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി പാസ് ചെയ്ത് പോകുന്നുണ്ട് വിചാരിക്കുക. ഡ്രൈ സീവ് അനാലിസിൽ 4.75 mm റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 80, 40, 20 ആ സീവിലൂടെ സീവ് ചെയ്യുക. പാസ് ചെയ്ത് പോകുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഫൈൻ സീവിലൂടെ സീവ് ചെയ്യണം. എന്നിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന സോയിൽ സാമ്പിളിന്റെ വെയിറ്റ് നോട്ട് ചെയ്ത് വെക്കണം. അതാണ് ഡ്രൈ സീവ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഈ വെറ്റ് സീവ് അനാലിസിസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സോയിൽ എടുക്കുക, സോയിലിനെ ഓവൻ ഡ്രൈ ചെയ്യുക, അതൊരു ട്രെയിൽ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുക. 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ 4.75 mm സീവിലൂടെ വെള്ളം ഒഴിച്ച് ജെറ്റ് ഓഫ് വാട്ടർ യൂസ് ചെയ്ത് നന്നായി വാഷ് ചെയ്യുക. അപ്പൊ കുറച്ച് അതിൽ റീറ്റെയിൻ ചെയ്യും, കുറച്ച് പാസ് ചെയ്ത് പോകും. റീറ്റെയിൻ ചെയ്യുന്നത് എന്താണ്? ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. പാസ് ചെയ്യുന്നത് എന്താണ്? സാൻഡ് ഫ്രാക്ഷൻ ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രാവൽ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ മറ്റേ 80, 40, 10 ആ സെറ്റ് ഓഫ് സീവിലൂടെ സീവ് ചെയ്യുക. ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്നതിന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി 4.75 mm പാസ് ചെയ്ത് പോകുന്നത് സാൻഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 75 മൈക്രോണിലൂടെ പാസ് ചെയ്യിക്കണം. എന്നിട്ട് അതിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈൻ സീവിലൂടെ സീവ് ചെയ്യണം റീറ്റെയിൻ ചെയ്യുന്നതിനെ. അപ്പൊ പാസ് ചെയ്യുന്ന സോയിൽ ഉണ്ടാവുമല്ലോ, അത് 75 മൈക്രോണിന് താഴെയുള്ളതാണ് അല്ലെ. 75 മൈക്രോണിന് താഴെയുള്ളതാണ്. ആ 75 മൈക്രോണിന് താഴെയുള്ളതിന് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ് ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? 75 mm താഴെയുള്ളതിന് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ് ചെയ്യുക. അതുകൊണ്ടാണ് 4.75 mm പാസ് ചെയ്ത സാൻഡ് ഫ്രാക്ഷനിൽ 75 മൈക്രോൺ കൂടെ നമ്മൾ സീവ് ചെയ്യുന്നത്. എന്നിട്ട് 75 മൈക്രോൺ സീവിലൂടെ സീവ് ചെയ്തിട്ട് അതിന് റീറ്റെയിൻ ചെയ്യുന്നതിന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഫൈൻ സീവ് സെറ്റിലൂടെ സീവ് ചെയ്തിട്ട് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്നതിന്റെ കണ്ടുപിടിച്ച് വെക്കാനായിട്ട്. ഇനി പാസ് ചെയ്ത് പോകുന്നതിന് നമുക്ക് സെഡിമെന്റേഷൻ അനാലിസിസിൽ വെച്ച് നോക്കാം. അപ്പൊ ഇത്രയാണ് സീവ് അനാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് എന്താ? സീവ് അനാലിസിസിന്റെ കമ്പ്യൂട്ടേഷൻ ആണ്. ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ISU സൈസ് 100, 80, 40, 20, 10 ഇത് 4.75 ആ ഓർഡറിൽ നമ്മൾ എഴുതി അല്ലെ. എന്നിട്ട് സീവ് ചെയ്തു. 15 മിനിറ്റ് നമ്മൾ സീവ് ചെയ്തതിന് ശേഷം ഇപ്പം 100 mm സീവ് ഉണ്ടെങ്കിൽ ആ 100 mm സീവിൽ റീറ്റെയിൻ ചെയ്ത സോയിലിന്റെ വെയിറ്റ് ആണ് W1. 80 mm സീവിൽ റീറ്റെയിൻ ചെയ്ത സോയിലിന്റെ വെയിറ്റ് W2. 40 mm സീവിൽ റീറ്റെയിൻ ചെയ്താണ് W3. അതുപോലെ എല്ലാം എഴുതി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് പെർസെന്റേജ് റീറ്റെയിൻഡ് ആണ്. പെർസെന്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P1, P2, P3 എന്ന് പറഞ്ഞ് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റീറ്റെയിൻ ചെയ്തതിന്റെ പെർസെന്റേജ്. അപ്പൊ നമ്മൾ ടോട്ടൽ എടുത്ത വെയിറ്റ് എന്ന് പറയുന്നത് W ആണ് എന്നുണ്ടെങ്കിൽ P1 എന്ന് പറയുന്നത് W1 by W into 100. P2 എന്താവും? W2 by W into 100. P3 W3 by W into 100. അതുപോലെ നമുക്കത് കംപ്ലീറ്റ്
കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ അത്യാവശ്യം വേണ്ടത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ആണ്. ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കുറെ സെറ്റ് ഓഫ് സീവ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നോക്കാം, ഇവിടെ ഇത് ഒരു സീവ്, ഇത് രണ്ടാമത്തെ സീവ്, മൂന്നാമത്തെ സീവ്, നാലാമത്തെ സീവ്, അഞ്ചാമത്തെ സീവ്, ആറാമത്തെ സീവ്, ഇങ്ങനെ സെറ്റ് ഓഫ് സീവ്സ്, ഇത് സീവുകളാണെന്ന് വിചാരിക്കുക. ഇതിൽ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സീവ് ഉണ്ടല്ലോ, 3, 4, 5, അഞ്ചാമത്തെ സീവ് എടുത്തു എന്ന് വിചാരിക്കും. ഈ ഒരു പർട്ടിക്കുലർ സീവ് എടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ക്യുമുലേറ്റീവ് റീറ്റെയിൻഡ് എത്രയാണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ക്യുമുലേറ്റീവ് റീറ്റെയിൻഡ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീവും അതിന് തൊട്ട് മുകളിലുള്ള സീവുകളിലെല്ലാം റീറ്റെയിൻ ചെയ്ത സോയിലിന്റെ വെയിറ്റ് ആണ്. മനസ്സിലായോ? ഇപ്പോ ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുകളിലുള്ള എല്ലാ സീവുകളിലും റീറ്റെയിൻ ചെയ്ത സോയിലിന്റെ വെയിറ്റ് ആണ്. അതാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻ. അതുകൊണ്ടാണ് നമ്മൾ C1 എന്ന് പറയുന്നത് P1. C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഈ സീവിലിന്റെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ആണ് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? ഈ ഒരു സീവില് റീറ്റെയിൻ ചെയ്ത സോയിലിന്റെ വെയിറ്റ്, അതായത് ഈ ഒരു ഇവിടെ കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സീവിന്റെ C2 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യണം. ഈ മുകളിലുള്ള രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി C3 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ ഇവിടെ വരെയുള്ളത് വേണം. അതായത് ഇവിടുത്തെ പെർസെൻറ്റേജ് റീറ്റെയിൻഡ് വേണം, ഇവിടുത്തെ പെർസെൻറ്റേജ് റീറ്റെയിൻഡ് വേണം, അതുപോലെ താഴത്തെയും പെർസെൻറ്റേജ് റീറ്റെയിൻഡ് വേണം. ഇനി ഏറ്റവും താഴത്തേന്റെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള എല്ലാറ്റിന്റെയും പെർസെൻറ്റേജ് റീറ്റെയിൻഡ് വേണം. അതിന്റെ സം ആയിരിക്കും. അതുകൊണ്ടാണ് C1 എന്നുള്ളതിന് P1 ഇക്വേറ്റ് ചെയ്തത്. C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ P1 വേണം, P2 ആഡ് ചെയ്ത് വെക്കണം. C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 + P2 + P3 വരും. ഇനി ഇവിടെ C4 നമുക്ക് എങ്ങനെ എഴുതാം? C4 എന്ന് പറയുന്നത് P1 + P2 + അതിന് മുകളിലുള്ള എല്ലാറ്റിന്റെയും വേണം P3 ഇൻക്ലൂഡിങ് P4 അല്ലെ? ഈ രീതിയിൽ വരും. ഇനി C5 ആണെങ്കിലോ P1 P2 P3 P4 P5 ഇതിന്റെ എല്ലാം സം. C6 ആണെങ്കിൽ P1 + P2 + P3 + P4 + P6 എല്ലാം വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെയാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് കോളാണ് പെർസെൻറ്റേജ് ഫൈനർ. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ഓഫ് സീവ്സ് ഇങ്ങനെയാണ്. സെറ്റ് ഓഫ് സീവ്സ് ഇങ്ങനെ ഓരോ സീവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സീവ് ആണെന്ന് വിചാരിക്കും. ഈ ഒരു സീവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് താഴേക്കുള്ളതിന്റെ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. താഴേക്ക് എത്രത്തോളം ഉണ്ട്, മുകളിലത്തെ മൈനസ് ചെയ്തിട്ട് ബാക്കി താഴേക്ക് എത്രത്തോളം ഉണ്ട്, അതിനാണ് നമ്മൾ 100 മൈനസ് ചെയ്യുന്നത്. 100 - C1. രണ്ടാമത്തെ കിട്ടണമെങ്കിൽ 100 - C2. മൂന്നാമത്തെ കിട്ടണമെങ്കിൽ N3 ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 100 - C3. ഇനി N4 ആണെങ്കിലോ 100 - C4. ആ രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കോൺക്രീറ്റ് ലാബിലെല്ലാം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കോഴ്സ് ഗ്രെയിൻ സോയിലിന്റെ കണ്ടുപിടിക്കുന്നത്. ഇനി ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഇതുപോലെ തന്നെ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത സോയിലിന്റെ വെയിറ്റ് നമ്മളിവിടെ നോട്ട് ചെയ്യും. എന്നിട്ട് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ടോട്ടൽ വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് കണ്ടുപിടിക്കും. എന്നിട്ട് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡും പെർസെൻറ്റേജ് ഫൈനറും കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ഫൈൻ ഗ്രെയിൻഡ് സോയിലിനും കോഴ്സ് ഗ്രെയിൻ സോയിലിനും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ സീവ് അനാലിസിസിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. ഇതാണ് ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഈ എസ് ഷേപ്ഡ് കർവിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഒരു ലോഗരിതമിക് ഗ്രാഫിലാണ് നമ്മളത് വരയ്ക്കുക അല്ലെ. അതിന്റെ എക്സ് ആക്സിസില് സൈസ് ഓഫ് സീവ് ആണ്, അതായത് പാർട്ടിക്കിൾ സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്, സൈസ് ഓഫ് സീവ്. വൈ ആക്സിസിൽ നമ്മൾ പെർസെൻറ്റേജ് ഫൈനർ, നമ്മുടെ കോളത്തിലെ ലാസ്റ്റ് കോളല്ലേ പെർസെൻറ്റേജ് ഫൈനർ, ഇതും വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എസ് ഷേപ്ഡ് കർവ് ആണ് കിട്ടുക. അപ്പോൾ ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീവ് അനാലിസിസ് അതുപോലെ സെഡിമെന്റേഷൻ അനാലിസിസ് എല്ലാം ചെയ്യുന്നത്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് സെഡിമെന്റേഷൻ അനാലിസിസും കൂടെ ഉണ്ട്.
അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന്റെ ഡിറ്റർമിനേഷൻ ആയിരുന്നു അല്ലെ. ഒരു സോയിലിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഉണ്ട്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്, അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഓക്കെ, വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഓർത്ത് വെക്കുക. ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ചെയ്യാനായിട്ട് ആദ്യം കണ്ടെയ്നറിന്റെ വെയിറ്റ് എടുത്തു M1, കണ്ടെയ്നറിൽ കുറച്ച് വെറ്റ് സോയിൽ എടുത്തു, അതിന്റെ വെയിറ്റ് M2. അതിനെ 24 മണിക്കൂർ ഓവൻ ഡ്രൈ ചെയ്തു അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 110 പ്ലസ് ഓർ മൈനസ് 5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓവൻ ഡ്രൈ ചെയ്തു. അതിനുശേഷം അതിനെ പുറത്തോട്ട് എടുത്തു. എന്നിട്ട് കണ്ടെയ്നറിന്റെയും ആ ഡ്രൈ സോയിലിന്റെയും വെയിറ്റ് കണ്ടുപിടിച്ചു M3. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടും. അപ്പൊ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് അങ്ങനെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചത് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ ആയിരുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, പൈക്കണോമീറ്റർ മെത്തേഡ്, പിന്നെയും കുറെ മെത്തേഡ് ഉണ്ട്. അതിൽ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡും പൈക്കണോമീറ്റർ മെത്തേഡും നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 50 ml കപ്പാസിറ്റി ഉള്ള ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അതിൽ 5 to 10 grams ഓഫ് സോയിൽ സാമ്പിൾ എടുക്കും. ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ വെയിറ്റ് എടുക്കണം. എംറ്റി ആയിട്ടുള്ള ബോട്ടിലിന്റെ വെയിറ്റ് എടുത്തു M1. അതിനകത്തേക്ക് ഒരു 5 to 10 grams ഓഫ് സോയിൽ ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ വെയിറ്റ് എടുത്തു M2. അപ്പോൾ M2 എന്ന് പറയുമ്പോൾ ആ ഡെൻസിറ്റി ബോട്ടിലിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കും, സോയിലിന്റെ വെയിറ്റ്, ഡ്രൈ സോയിലിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് അതിനകത്തേക്ക് വാട്ടർ ഫില്ല് ചെയ്തു. അപ്പോൾ ഡെൻസിറ്റി ബോട്ടിലിന്റെ വെയിറ്റ് പ്ലസ് സോയിലിന്റെ വെയിറ്റ് പ്ലസ് വാട്ടറിന്റെ വെയിറ്റ്, അതാണ് M3 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അത് നല്ല ക്ലീൻ ചെയ്തിട്ട് ഡെൻസിറ്റി ബോട്ടിലിൽ വാട്ടർ ഫില്ല് ചെയ്തു, ദാറ്റ് ഈസ് M4. എന്നിട്ട് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് നോക്കുമ്പോൾ നമുക്ക് അവിടെ വെറ്റിംഗ് ഏജന്റ് ആയിട്ട് കെറോസിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ ഒരു GK കൂടെ വരും, ദാറ്റ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വെറ്റിംഗ് ഏജന്റ്. വാട്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ GKയുടെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് ആണ് പൈക്കണോമീറ്റർ മെത്തേഡ്. സെയിം പ്രൊസീജിയർ ആണ്. M1 മെഷർ ചെയ്തു, M2 മെഷർ ചെയ്തു, M3 മെഷർ ചെയ്തു, M4 മെഷർ ചെയ്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ. ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് സോയിൽ എടുക്കാം. ഒരു 200 to 300 grams ഓഫ് സോയിൽ വരെ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. സീവ് അനാലിസിസ് ആണ് നോക്കിയത് അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 75 മൈക്രോണിന് മുകളിലുള്ളതാണ് എന്ത്, കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്. 75 മൈക്രോണിന് താഴെയുള്ളതാണ് എന്ത്, ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സീവ് അനാലിസിസ് ചെയ്യണം. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആണെങ്കിൽ നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ആണ് ചെയ്യുക. ഓക്കെ, ഇനി കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന്റെ കേസ് എടുക്കുക, അതായത് 75 മൈക്രോണിന് മുകളിലുള്ള കേസ് എടുക്കുക. ആ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാവൽ ഫ്രാക്ഷൻ ഉണ്ട്, സാൻഡ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഏത് സീവാ യൂസ് ചെയ്തത്, 4.75 mm സീവ് ആണ് യൂസ് ചെയ്തത്. അതായത് 75 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്നതിനെയല്ല നമ്മൾ 4.75 സീവ് ചെയ്യും. അതിൽ റീറ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്, ഗ്രാവൽ ഫ്രാക്ഷൻ. അതിലൂടെ പാസ് ചെയ്യുന്നതാണ് എന്ത്, സാൻഡ് ഫ്രാക്ഷൻ. അപ്പൊ ഗ്രാവൽ ഫ്രാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് സീവ്സ് ഉണ്ട്, 80 40 20 10 എന്ന് പറഞ്ഞിട്ടൊരു സീവ് ഉണ്ട്. സാൻഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് സീവ് ഉണ്ട്, 2 mm 1 mm 600 മൈക്രോൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെറ്റ് ഉണ്ട്. അതിലൂടെ വേണം സീവ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സീവ് അനാലിസിസ് ജനറൽ ആയിട്ട് പഠിച്ചത്. ഇനി സീവ് അനാലിസിസ് 2 രീതിയിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഡ്രൈ സീവ് അനാലിസിസ് ഉണ്ട്, വെറ്റ് സീവ് അനാലിസിസ് ഉണ്ട്. ഓക്കെ, ഡ്രൈ സീവ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4.75 mm സോയിൽ എടുക്കും. ഡ്രൈ ആയിട്ടുള്ള സോയിലാണ് എടുക്കാനായിട്ട്. സോയിൽ എടുത്തിട്ട് സീവ് ചെയ്യും. അതിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്രാവൽ ഫ്രാക്ഷൻ ആണ്. സോ ഗ്രാവൽ സീവ് സെറ്റിൽ വേണം നമ്മളത് സീവ് ചെയ്യാനായിട്ട്. പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് സാൻഡ് ഫ്രാക്ഷൻ ആണ്. സോ നമ്മൾ അത് ഫൈൻ സെറ്റ് ഓഫ് സീവ്സ് വേണം സീവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതവിടെ തീർന്നു. എന്നിട്ട് ഓരോ സീവിലും റിട്ടേൺ ചെയ്യുന്ന മാസമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി വെറ്റ് സീവ് അനാലിസിസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോയിൽ എടുക്കുക, അത് ഓവൻ ഡ്രൈ ചെയ്തിട്ട് വേണം എടുക്കുക. അത് ഡ്രൈയിൽ എടുത്തിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. എന്നിട്ട് സ്ലറി ഫോമിലാക്കണം. 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് സ്ലറി ഫോമിലാക്കിയിട്ട് 4.75 mm ജെറ്റ് ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ട് നന്നായി വാഷ് ചെയ്യുക.
അപ്പൊ കുറച്ച് ആ സീവില് റീറ്റെയിൻ ചെയ്യും, കുറച്ച് പാസ് ചെയ്യും. റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻ സെറ്റ് ഓഫ് സീവ്സിലൂടെ സീവ് ചെയ്യിക്കണം. ഇനി പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് 75 മൈക്രോണിൽ താഴെയുള്ള സൈസ് ആണെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കണം. ക്ലിയർ ആയോ? എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടേബിളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഫൈനർ, പെർസെൻറ്റേജ് ഫൈനർ രണ്ടും കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, നോട്ട് എഴുതിയെടുക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.